ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി മാങ്കയം വെള്ളച്ചാട്ടമാണ്. ഈ മാങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. മാങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ല. തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. കൂടാതെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ഇടുക്കി ജില്ലയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടവും ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ തൂവാനം വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ചീയപ്പാറ വെള്ളച്ചാട്ടം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. അതിരമ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഈ അതിരമ്പള്ളി വെള്ളച്ചാട്ടം. അത് തൃശ്ശൂർ ജില്ലയിലാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ അതിരമ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. തെന്മലയ്ക്ക് സമീപമാണ് പാലരുവി വെള്ളച്ചാട്ടം, കൊല്ലം ജില്ലയിലാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലാണ്. അപ്പോൾ മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാടാണ്. കൂടാതെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും വയനാട് ജില്ലയിലാണ്. അപ്പോൾ മീൻമുട്ടി വെള്ളച്ചാട്ടവും സൂചിപ്പാറ വെള്ളച്ചാട്ടവും വയനാട് ജില്ലയിലാണ്. ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ആട്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ആട്യൻപാറ വെള്ളച്ചാട്ടവും കേരളാംകുണ്ട് വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ്. അരിപ്പാറ വെള്ളച്ചാട്ടവും കോഴിക്കോട് ജില്ലയിൽ തന്നെ ആണ്. അപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടവും അരിപ്പാറ വെള്ളച്ചാട്ടവും കോഴിക്കോട് ജില്ലയിലാണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലാണ്. അരുവിക്കുഴി കോട്ടയം ജില്ലയിലാണ്. കോഴിപ്പാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. കോഴിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.